സന്തോഷമാണ്. പിന്നെ ജിത്തു സാറും ലാലേട്ടനും ജഗദീഷേട്ടനൊക്കെ പറഞ്ഞ പോലെ നേര് എന്ന് പറയുന്നത് ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സീക്കിംഗ് ജസ്റ്റിസ്. ആഡ് ഓൺ ആയിട്ട് സത്യം തെളിയിക്കുകയാണ്. സത്യം കണ്ടെത്തുന്ന സത്യം തെളിയിക്കണം. സത്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് സൊസൈറ്റിക്ക്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഉത്തരം കൂടിയായിരിക്കും. പിന്നെ ഒരു ഇമോഷണൽ ഡ്രാമയാണ് നേര്. നല്ലൊരു സിനിമയായിരിക്കും. ക്രിസ്മസിന് പ്രേക്ഷകർക്ക് നേര് എത്തിക്കാൻ പറ്റുന്നത് വളരെ യാദൃച്ഛികമായെങ്കിലും വളരെ സന്തോഷമായിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറൊന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നേരിനകത്ത്. അപ്പം എനിക്ക് ചെയ്യാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് പെർഫോം ചെയ്യാൻ സ്പേസിലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഇത്രയും വലിയ സീനിയറായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക, അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക. ലാൽ സാറിൻ്റെ കൂടെ ആണെങ്കിലും ജഗദീഷേട്ടൻ്റെ കൂടെ ആണെങ്കിലും സിദ്ദിഖയുടെ കൂടെ ആണെങ്കിലും ജിത്തു സാർ, അവരുടെ കൂടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. 21st ഇത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു ട്വിസ്റ്റോ ഒരു സസ്പെൻസോ അങ്ങനെയൊന്നും ഇല്ലാത്ത, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു കോഡ് റൂം ഡ്രാമയാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു 80% കോഡിൽ നടക്കുന്ന ഒരു സിനിമയാണ്, എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നേര്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് 21st തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ എന്നൊരു പെർഫോമറെ അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമായിരിക്കും. ലാലേട്ടൻ്റെ എന്നുള്ള നടനെ എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓരോ ജോണറും ഓരോ ക്യാരക്ടറൈസേഷൻ അനുസരിച്ചുള്ള രീതിയിലുള്ള ഡിഫറൻസുകളെ ഉള്ളൂ. ഇതിനകത്തും ഓഫ്കോഴ്സ് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ എനിക്കൊരു അടുത്ത് ചെയ്ത ലാലേട്ടൻ ചെയ്ത ചില പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഞാൻ ചെയ്ത പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മേക്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രോം അവർ കോമ്പിനേഷൻ. ഈ നിസ്സായനായി മാറുന്ന പല ചിത്രങ്ങൾ, ഇപ്പോൾ ലൈക്ക് സേതു മാധവൻ അടക്കമുള്ള കുറേ നമ്മളെ മെമ്മറീസ് ആയിട്ട് ഏറ്റവും പ്രിയപ്പെട്ടതായി മലയാള പ്രേക്ഷകർ സൂക്ഷിച്ചു വെച്ച കുറേ ക്യാരക്ടേഴ്സ്, അത്രത്തേക്ക് ഉള്ള ഒരു ട്രെയിലറിൽ അത്രയും ഹിന്റുകളൊക്കെ തരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവും. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജോണറുകളും ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. ഇപ്പം അദ്ദേഹം പലതരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രിയപ്പെട്ടതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെ ഒരു ആ പാറ്റേണിൽ വരുന്ന ഒരു സിനിമയാണ് നേരം. അത് നിങ്ങൾക്ക് ട്രെയിലറിൽ കണ്ടത് തന്നെയാണത്. അതിൽ നിന്ന് ഹൈഡ് ചെയ്തോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ആ സിനിമ, അതാണ് ആ ക്യാരക്ടറൈസേഷൻ. പറഞ്ഞത് അതിന് ശേഷമാണ് വക്കീൽ വേഷത്തിൽ എത്തുന്നത്. നേരെന്നൊരു സബ്ജക്റ്റ് കേട്ടപ്പോൾ അത് തനിക്ക് എന്നിട്ട് ലാലേട്ടന് അത് കറക്റ്റ് ആകുമെന്ന് മനസ്സിലാ സബ്ജക്റ്റിൽ എന്താണ് ഉൾക്കൊണ്ടത്? തീർച്ചയായിട്ടും കഥ തന്നെയാണ്. കഥ പറയുമ്പോൾ ആ കഥയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ അകത്തൊരു വലിയൊരു ടിപ്പുണ്ട്, അതൊരു വലിയ സോഷ്യൽ റിലവൻസാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിസ്സഹായനായ ആളെന്നുള്ളത് അങ്ങനെ നിസ്സഹായനായ ആളല്ല, വളരെ മിടുക്കനായ ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അയാൾ നിസ്സഹായനായി പോയി. പക്ഷെ ഒരു സമയത്ത് അയാൾ ഈ സത്യം കണ്ടെത്തണം എന്നുള്ള ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി അയാൾ വളരെ മിടുക്കനായ ഒരാളാണ്. അയാളുടെ കഴിവുകൾ ഉപയോഗിച്ചു അപ്പോൾ സത്യത്തിൻ്റെ പുറകെ സഞ്ചരിക്കുക. ഇപ്പോൾ ഈ ശാന്തി പറഞ്ഞ പോലെ അത് കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് തെളിയിക്കുകയും വേണം. അപ്പോൾ അതിനുള്ള എഫേർട്ട് അയാൾ എടുക്കുകയും തീർച്ചയായിട്ടും അതിൽ അയാൾ സക്സസ്ഫുള്ളായി മാറിയത്. അതാണ് കഥ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനയ പ്രാധാന്യമുള്ള റോളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മറുപടി പറയാൻ പറ്റില്ല. കാര്യം സിറ്റുവേഷൻസ് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു ആക്ടറിന് അഭിനയിക്കാൻ സാധിക്കുന്ന സിറ്റുവേഷൻ, പിന്നെ കൂടെയുള്ള ആൾക്കാരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ അയാൾ നിർത്തലായ അവസ്ഥയിലേക്ക് പോകുന്നത്. അത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്നും അയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഈ സത്യം കണ്ടെത്തുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് വരാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ മുന്നേ ചെയ്ത സിനിമകളിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാവുന്നൊരു വേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്ക് താല്പര്യം. ഇതിനകത്ത് കാണുന്ന നമ്മൾ ട്രെയിലർ കണ്ട കോർട്ടിലെ സീനുകളാണ് കൂടുതൽ. ഇതിന്റെ പേര് തന്നെ നേരെ എന്നാണ്. നേരായ വഴിക്ക് നയിക്കുന്ന ആ നയത്തിൽ കൂടെ കേസുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു അഭിഭാഷകനായിട്ട് തന്നെയാണോ താങ്കൾ? കണ്ടിട്ട് പറഞ്ഞു അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നേരെ തെറ്റിരിക്കുന്നത്. അതായത് ജസ്റ്റിസ് കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയല്ലേ, ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അയാൾ സക്സസ്ഫുള്ളായി മാറുമോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റും.
ഒരു പക്ഷേ അയാൾ ചിലപ്പം സക്സസ്ഫുള്ളായി മാറിയേക്കാം, അല്ലാതെ മാറിയേക്കാം. 21-ാം തീയതി വരെ ഒന്ന് അടങ്ങിയിരിക്കും. ഒരു റോഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സിനിമ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് പ്രകൃതിയോട് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാണ് റോഡിന് വേണ്ടി തുടങ്ങുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിവല്ല ക്ഷാമാകുമ്പോഴും നേരിലെ വിജയമാകുമ്പോഴും ഹെൽപ്പ് മീ തന്നെയാണോ പ്രോസസ്? തീർച്ചയായിട്ടും. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ അതിലെ സിറ്റുവേഷൻസ്, സീന്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ, പിന്നെ ഇതിൽ കൂടുതൽ എന്ന് പറയുന്നത് ശാന്തി എന്ന് പറയുന്നത് ഒരു കൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു സാധാരണ ആൾക്കാർ പറഞ്ഞു തരുന്നതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ കാര്യം അവരെല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ്, അവർ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് എനിക്കത് സഹായകരമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലുള്ള ആളങ്ങനെ കോർട്ട് റൂമിലൊന്നും പോയിട്ട് കേസൊന്നും പറയും. ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അതിലെ ഒരുപാട് നിയമങ്ങളുണ്ട് കോടതിയിൽ, പ്രൊസീജിയേഴ്സ്. ഇത് നമ്മൾ സിനിമയിൽ കാണുന്ന പല സിനിമകളിലും അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത് അത്രത്തോളം സത്യമായിരിക്കില്ല. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ അതാ ഞാൻ പറഞ്ഞിട്ട് 60-70% വരെ നമ്മളത് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ, രവീഷ് സാർ പറഞ്ഞ പോലെ, അത് മുഴുവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ഫിലിം പോലെ നമ്മൾ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ സിനിമാറ്റിക് ആയിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അതിവല്ല ശ്യാം സിനിമാറ്റിക് ആണ്, നേരിലെ വിജയം കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. അപ്പോൾ പെർഫോമൻസിലും ആ വിധത്തിൽ അപ്രോച്ചിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. നമുക്കതിൽ ഒരു തമാശയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രതിയിൽ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തൊരു കാര്യവും പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ആ കഥാപാത്രത്തെ നമ്മൾ ചെയ്യാൻ. ലാലേട്ടൻ ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കാൻ നേരത്ത് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ ഒരു നല്ല സിനിമയായിരിക്കാം. നമ്മൾ ഇതുവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ ആരും ഒരു പക്ഷേ സിനിമയിൽ കൊണ്ടുവരാത്തൊരു പ്രമേയമാണ്. അപ്പം അത് ആ സിനിമ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. പക്ഷേ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. അല്ല, എന്തെങ്കിലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോഴങ്ങനെയാണല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായില്ല, എന്താണ് ഉദ്ദേശം എന്നറിയാം. അപ്പം ഞങ്ങൾക്കൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ സംവിധായകരായാലും അതിൽ അഭിനയിക്കുന്നവരായാലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ സിനിമ കൊണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പുറത്ത് വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കരമായ ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറോ അങ്ങനെയൊക്കെയുള്ള സിനിമ അല്ലെന്ന് തന്നെയാണ് ആദ്യമേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കില്ല. പക്ഷേ അവർക്ക് വേറെ ഒരു തരത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ പലപ്പോഴും പെർഫോമൻസിനെ പറ്റി ആളുകൾ സംസാരിക്കുന്നത് അദ്ദേഹത്തെ പറ്റിയൊക്കെ എം.ടി. സാർ പറഞ്ഞത് ഓർക്കുന്നു. അതായത് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രയോ വലുപ്പത്തിലാണ് അദ്ദേഹം അത് സ്ക്രീനിൽ ചെയ്തിട്ടുള്ളത്. ഇത് പല റൈറ്റേഴ്സും പറയാറുണ്ട്. ഞങ്ങൾ എഴുതിയതിൻ്റെ വേർഷൻ അല്ല, അതിൻ്റെ എൻഹാൻസ്ഡ് വേർഷനാണ് പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഒരു റൈറ്റർ പെർസ്പെക്റ്റീവിൽ നേരിൻ്റെ എഴുത്തിന്റെ നേരും ലാലഫക്ട് ഓഫ് നേരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പറഞ്ഞത് തന്നെയാണ്, അതൊരു മാജിക് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മൾ എഴുതുന്ന ഡയലോഗ്സ്, എസ്പെഷ്യലി കോഡ് സീക്വൻസിലെ ഡയലോഗ്സ് നമ്മൾ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡെലിവറി ഉണ്ട്, അതിൻ്റെ മോഡുലേഷനൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് അതിങ്ങനെ കയറുമ്പോൾ പലപ്പോഴും മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചില ഡയലോഗ്സൊക്കെ ഞങ്ങൾ സ്പോട്ടിലാണ് മാറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ മേട്ടിന് ഒരെണ്ണമായിരിക്കും നോക്കിയിട്ട് ചിലപ്പോൾ വന്നത്, പെട്ടെന്ന് ആ പേപ്പർ മാറ്റിയിട്ട് ഞാൻ ഓടിപ്പോയി ഇതാണ് എന്ത് കുട്ടിയായത് ഇങ്ങനെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഒരു ലേമൻ ലാംഗ്വേജ് അല്ല അവിടെയാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളോ കോണ്ടെക്സ്റ്റ്, ഇപ്പം ഞാൻ വക്കീലാണ്, എന്നോടിപ്പോൾ ഒരു മെഡിക്കൽ ടേംസ് കുറേ പറയുമ്പോഴേക്കും എനിക്ക് ആ ഫ്ലോയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ കോർട്ടുകളിൽ പോകാറുണ്ടോ, പോയി കേസുകൾ വാദിക്കാറുണ്ട്? അവിടെ നിന്നുണ്ടായ കുറേ സംഭവങ്ങൾ ഇവിടെ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് ലാലേട്ടനിലേക്ക് തന്നെ എത്താൻ കഥ എഴുതുമ്പോൾ ലാലേട്ടനിലേക്ക് തന്നെയാണ് എത്തിയത്? ഇല്ല, രണ്ട് ചോദ്യങ്ങളാണത്. അതിൽ ഒന്നാമത്തത് കോടതിയിൽ ഉള്ള സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കോടതിയിലുള്ള കുറേ സംഭവങ്ങളെല്ലാം ചേർത്തിട്ടായിരുന്നു ഇതിൻ്റെ ആദ്യത്തെയും സെക്കൻഡ് ഡ്രാഫ്റ്റൊക്കെ വന്നത്. അതെല്ലാം പാക്ക് ചെയ്തപ്പോഴേക്കും പോയി. കാരണം അത് നേരെ 1, 2, 3 നമ്മൾ ഇറക്കേണ്ടി വരും. അതെല്ലാം ചെയ്യണമെന്നുണ്ട്. അത് നമ്മൾ ഈ പല എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ഒത്തിരി കോഡ് സീക്വൻസ് സിനിമകൾ വരുന്നുണ്ട്, സീരീസ് ആയിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഓരോ ഇൻസിഡൻറ്റിനെയും, ഇപ്പോൾ ഒരു വക്കീലിൻ്റെ ലൈഫ്, രാവിലെ കോർട്ടിട്ട് ഇറങ്ങുന്നു, പോകുന്ന വഴി കോടതി, പല സംഭാഷണങ്ങൾ, അതിനൊക്കെ നർമ്മം ഉണ്ടാകും, പല ഇമോഷൻസ് ഒക്കെ ഉണ്ടാകും. ഇത് ശരിക്കും അതിനുള്ളൊരു സ്പേസ് ഇല്ലാഞ്ഞിട്ടാണ്.
ഞങ്ങൾ വളരെ കുറേ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ എടുത്ത് മാറ്റേണ്ടി വന്നു. പിന്നെ 2 എന്ന് പറയുന്നത് എന്നോട് ചോദിച്ച ചോദ്യം എഴുതുമ്പോൾ ലാലേട്ടൻ മനസ്സിലായിരുന്നു എന്നാണ്. ജിത്തു സാറ് ദൃശ്യത്തിൻ്റെ സമയത്താണ് ഇങ്ങനെ ഒരു ആശയം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആശയം വരുന്നു, അതിൻ്റെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ സാർ അത് ആൻ്റണി ചേട്ടനോട് പറയുമായിരുന്നു. അപ്പം ആൻ്റണി ചേട്ടൻ അത് കേട്ടപ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളത് തുടങ്ങുന്നത്. അപ്പോൾ ലാലേട്ടൻ കേട്ടിട്ടില്ല. പിന്നെ റാമിൻ്റെ സമയത്ത് UK അവിടെ ഇരുന്നിട്ടാണ് ലാലേട്ടനോട് ഞാൻ ആ കഥ പറയുന്നത്. ഞാൻ പകുതി പറയുന്നു, ഞാനും ആദ്യമായിട്ടാണ് കഥ പറയുമ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ അത് കേൾക്കുന്നു, ചിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഓരോന്നിനും അദ്ദേഹം ലോജിക്കലി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ജിത്തു സാറിൻ്റെ കൂടെയുള്ള വർക്കാണ്. സാറിങ്ങനെ ലോജിക്കെല്ലാം സീൽ ചെയ്യുന്നതാണ്. ആഡ് ഓൺ ടു ദാറ്റ് ഈ സിനിമയിലും അങ്ങനെ ലോജിക്കെല്ലാം ഇപ്പോൾ ഒരു സീക്വൻസ് കാണുന്നു, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് മറുപടി പറയുന്ന ശൈലിയാണ് ജിത്തു സാറിൻ്റെ മൂവീസ്. പക്ഷേ ഇതങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് ഒത്തിരി നീണ്ടുപോകും. മാക്സിമം അത് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു ക്യാരക്ടറൈസേഷൻ വരുമ്പോഴാണ് ലാലേട്ടൻ. ഇതിപ്പോൾ എൻ്റെ അച്ഛൻ സീസണാണ്. അതിൽ മാക്സിമം വെറൈറ്റി ഒരു ക്യാരക്ടർ തരാൻ ജിത്തുവും ശാന്തിയും ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എഫേർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ റോള് വളരെയധികം എൻജോയ് ചെയ്തു. ഇതിൻ്റെ കോർട്ട് സാധാരണഗതിയിൽ എൻ്റെ ഷോട്ട് അല്ലാത്തപ്പോഴും ഞാൻ ഈ സീനിൽ അവിടെ വരും, ലാലിലേക്ക് പാദം കേൾക്കാനുണ്ട്. അപ്പം എന്നെ കണ്ടോളം ജിത്തു അയ്യോ ചേട്ടൻ ഇപ്പോഴില്ല, ഞാൻ പറഞ്ഞത് സാരമില്ല, ഞാൻ അവിടെ പാദം കണ്ടോളം. അപ്പം ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ കോർട്ട് ജിത്തു ഷൂട്ട് ചെയ്യുന്ന രീതി, ലാല് ഓരോന്നും ഡെലിവറി ചെയ്യുന്ന രീതി, അതൊക്കെ നോക്കി കാണുകയായിരുന്നു. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ നോക്കി കാണുമ്പോൾ അത് തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് റോ ആയിട്ട് കാണുകയാണ്. അതിനകത്ത് മ്യൂസിക്കില്ല, അതിനകത്ത് പിന്നെ ഷോട്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് സിനിമയായിട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും തിയേറ്ററിൽ പ്രേക്ഷകർ കിട്ടാൻ പോകുന്നത് ഞാനപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് വരുമ്പോൾ അതിന് വേറൊരു ഷെയ്ഡാണ്. സാധാരണ ഇപ്പം കണ്ടിട്ടുള്ള ഈ ഫാലിമിയിലെ ഒരു കരിപ്പൻ അച്ഛനിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അതിൽ സന്തോഷം. നമ്മുടെ ശാന്തിയിൽ നിന്നും എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഒരു അഡ്വക്കേറ്റ് ആണ് ശാന്തി, എന്തൊക്കെയാണ് പറഞ്ഞത്? ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും ഓർത്തെടുക്കാൻ? ഈ സിനിമയിൽ കൂടി എടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട്. സിദ്ദീഖിൻ്റെ റോളായാലും പ്രിയാമണിയുടെ റോളായാലും ഒക്കെ ഏറ്റവും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ ശാന്തി എന്ന് പറയുന്ന ആളാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കഥാപാത്രം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കഥയിലും ഒരു കാരണമാണ് ഞാൻ ഈ കോട്ടിലേക്ക്. അതുകൊണ്ട് അവരാണ് അതിൻ്റെ കീ ഫാക്ട് സിനിമയാണ്. അവർ അതെങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും ശാന്തിയുടെ ഒരുപാട് ഹെൽപ്പുണ്ട്. ഒരു അഡ്വക്കേറ്റ് നമുക്കറിയില്ലല്ലോ. ചില ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജഡ്ജിൻ്റെ നമ്മൾ തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോൾ പുറം ബാക്ക് കാണിക്കാൻ പാടില്ല, ബിഹേവിയർ പാറ്റേൺ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അവർ വരുമ്പോൾ എണീക്കുന്നത് ഇരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കോടതിയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് പോകാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ അത്തരത്തിലുള്ള വളരെ മൈന്യൂട്ട്, അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കുഞ്ഞുന്ന ഒരുപാട് കാര്യങ്ങൾ പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സഹായം എനിക്ക് മാത്രമല്ല സിദ്ദിഖിനായാലും കാര്യം ഒരു പുതിയ ഇത് റിയലിസ്റ്റിക് ആയിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല കോർട്ട് സീനുകൾ സിനിമയിൽ കാണുന്നതൊന്നും അല്ല ശരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ഈ ചിത്രത്തെ അവതരിപ്പിക്കാൻ പിന്നെ എനിക്ക് സാധിച്ചതിൽ ഒരു കീ ഫാക്ടർ ശാന്തിയാണ്. അല്ലല്ല, അത് കാര്യം നേരിട്ട് കുറച്ചുകൂടെ ഇപ്പോൾ നമ്മൾ ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ഒന്നും പറയാൻ പറ്റില്ല, അത് മാറ്റി പറയാനൊന്നും പറ്റില്ല. കുറച്ചുകൂടെ നമ്മളതിനെക്കുറിച്ച് കുറച്ചുകൂടെ എന്താ പറയുക സീരിയസ് അപ്രോച്ച്. പക്ഷേ മറ്റ് സിനിമകളിൽ നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും. ഇതിൽ കുറച്ചുകൂടെ നമ്മൾ ഡയലോഗൊക്കെ പറയുന്നതും ഒരുപാട് എന്താണ് കോടതിയുടെ ഭാഷയുണ്ട്, പിന്നെ കേസ് നമ്പർ, കാര്യങ്ങൾ പറയുന്ന രീതി, മോഡലേഷൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഇതിന് എന്താ പറയേണ്ട ഒരു വേറെ രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊരു നിയമമുണ്ടല്ലോ, ഉൾക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കും. നമുക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിന് നമുക്ക് അതിൻ്റെ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ടേ ചെയ്യാം. അങ്ങനെ അത്തരത്തിലാണ് ഈ സിനിമ. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ജഗദീഷ് നേരത്തെ പറഞ്ഞ ജഗദീഷിൻ്റെ ഏറ്റവും നല്ലൊരു റോളാണ്. കുട്ടിയുടെയും ആയാലും വളരെ നന്നായിട്ടാണ് ഞാൻ ഡബ് ചെയ്തപ്പോഴൊക്കെ കുട്ടി ചെയ്തിരിക്കുന്നത്. അതൊരു വളരെയധികം ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ റെപ്രസെൻറ്റേഷൻ. നമ്മൾ
നമ്മൾ ആ സിനിമയിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിസ്സഹായനായ ഒരു അച്ഛനായിട്ടാണ് ജഗദീഷ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് ഒരു പക്ഷേ വളരെയധികം എന്താ പറയണ്ട സങ്കടം തോന്നുന്ന ഒരു സിനിമയായിരിക്കും. ഫൈനസ്റ്റ് ഓഫ് ആക്ടേഴ്സും കൂടി ഉണ്ടല്ലോ നേരിട്ട്. ഇപ്പൊ പ്രിയാമണിക്ക് ഓപ്പോസിറ്റ് ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം നിൽക്കുന്നു, അല്ലെങ്കിൽ ദൃശ്യത്തിൽ ലാലേട്ടൻ അവരുടെ അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ഹുക്കും കൂടി ഉണ്ടല്ലോ. നേരിൽ അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ടോ? നേരിലും അതുപോലെ അത്തരത്തിലുണ്ട്, പക്ഷെ അത് വളരെ എന്താ പറയേണ്ടത് ഒരു സൂപ്പർഫിഷ്യലാണ്, നിൽക്കുന്നത്. അകത്തേക്കൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ആ സിനിമ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ പല റിലേഷൻ ഉണ്ടായിരുന്നതാണ്. അവർ അത് ആ സിനിമയുടെ എൻഡിലൊക്കെ അത് വളരെ സെറ്റിലായിട്ട് നമ്മളത് കാണിക്കുന്നു. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കഥാപാത്രങ്ങളാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല അച്ഛൻ കഥാപാത്രങ്ങൾ കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും കഥ അച്ഛനാണെന്നാണ് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞത്. നമ്മൾ മറ്റ് ആളുകളെ നമ്മൾ തൊട്ട അയൽവക്കത്തുള്ള ഒരു അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള അച്ഛൻ, അത്തരം ഒരു ഫീല് ഈ അച്ഛനിൽ നിന്നും പ്രേക്ഷകർക്ക് കിട്ടും. അല്ല, ഇതിൽ ഈ സിനിമയുടെ കഥ ആദ്യം ജിത്തു എൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒന്ന് ജിത്തു മോഹൻലാൽ കോമ്പിനേഷൻ, പിന്നെ ആശീർവാദ് സിനിമാസ് എന്ന് പറയുമ്പോൾ ആൻ്റണി പെരുമ്പാവൂർ. കമേഴ്സ്യൽ ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. മോഹൻലാൽ എന്ന സ്റ്റാറിനെയും ആക്ടറിനെയും ഒരേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് താല്പര്യമുള്ള ആളാണ് ആൻ്റണി. ജിത്തുവിനാണെങ്കിൽ ഡിഫറൻസ് കൊണ്ടുവരണം. അപ്പോൾ ജിത്തു ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിലും ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശാന്തിയും കൂടെ ചേർന്നിട്ടാണ് എല്ലാ ക്യാരക്ടേഴ്സിലും. അത് ഞാൻ പറയാം, ധൈര്യമായിട്ട് പറയാം. എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഈ അച്ഛൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു അച്ഛനല്ല. ഈ അച്ഛൻ്റെ ഷെയ്ഡ്സ് ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. സ്റ്റോറിയിൽ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട്. ആ റിവീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് സസ്പെൻസ് ഒന്നുമല്ല, അത് ആദ്യമേ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അവിടെയുള്ള ഇമോഷൻസ്, പിന്നെ ഇതിൽ ഓരോ ആക്ടർ, ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് ലാല് പറഞ്ഞു, ലാലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് കോർട്ടിൽ ബാധിക്കുന്ന ലാലല്ല, വേറെ നിമിഷങ്ങളിൽ ലാലിൻ്റെ എക്സ്പ്രഷൻസ് മാത്രമാണ്. പലപ്പോഴും കോർട്ടിൽ എത്രത്തോളം ബാധിക്കുന്നോ ആ കോർട്ടിന് പുറത്ത് എക്സ്പ്രഷൻസ് കൊണ്ടാണ് സീനിനെ നിർത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓരോ സീനിലും. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൾ അഭിനയിക്കേണ്ട ചില സീനുകൾ ഇതിനകത്തുണ്ട്. അത് കോർട്ടിലുമുണ്ട്. ചില റിയാക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ലാലിനോട് നേരിട്ട് ജിത്തു അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടേഴ്സിനും, അതിപ്പോൾ ലാലായിക്കോട്ടെ, അനശ്വരായിക്കോട്ടെ, സിദ്ദിഖിൻ്റെ ആയിക്കോട്ടെ, പ്രിയാമണിയും ലാലും തമ്മിലുള്ള പ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രസമായിരിക്കും. ഇതുവരെ വന്നിട്ടുള്ള രീതിയിലല്ല. പലപ്പോഴും അങ്ങനെ ആർഗ്യുമെന്റ്സ് ഏത് സാഹചര്യത്തിൽ ആ ക്യാരക്ടർ വരുന്നു എന്നുള്ളതാണ് അവിടെ പുതുമ. അവിടെ സസ്പെൻസ് ഒന്നുമില്ല, പക്ഷെ ഏത് സാഹചര്യത്തിൽ പ്രിയാമണി അവിടെ വാദിക്കാൻ വരുന്നു എന്നുള്ളത് കഥയിലെ ഒരു പുതുമയാണ്. ട്വിസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പുതുമയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ആക്ടേഴ്സിനും ഇമോട്ട് ചെയ്യാൻ പറ്റിയ സന്ദർഭങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ലാലിനൊക്കെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജിത്തുവിൻ്റെയും ശാന്തിയുടെയും കോൺട്രിബ്യൂഷനും ഇൻവോൾവ്മെന്റുമാണ്. അല്ല, തീർച്ചയായിട്ടും കാലത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച്, നമ്മുടെ പ്രായത്തിന്റെ മാറ്റം അനുസരിച്ച് നമുക്ക് മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ സന്തോഷമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പൂവാലിനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ കോളേജ് അധ്യാപകനിൽ നിന്നും വഴിവെക്കിൽ നിന്ന് പെപ്പിള്ളേരെ കമന്റ് അടിച്ച് അടി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. സിനിമയിൽ ഒരുപാട് വായൻകുട്ടിയായിരുന്നാലും അപ്പുകുട്ടിയായിരുന്നാലും അങ്ങനെയൊക്കെ. അതിൽ നിന്നും ഇപ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് വ്യത്യസ്തതയുള്ള ഒരു അച്ഛനിൽ നിന്നും വേറൊരു അച്ഛൻ ഡിഫറൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഇപ്പോൾ ഫാലിമയിലെ അച്ഛനിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ, ഇതിനകത്ത് ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു അച്ഛനെ കിട്ടുമ്പോൾ, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അച്ഛനെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. വളരെ സട്ടിലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്, അതിനനുസരിച്ചുള്ള ഒരു ആവിഷ്കാരമാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷവും അഭിമാനമുണ്ട്. പ്രേക്ഷകരുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്നു.